ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എർത്ത്, മൂൺ ആൻഡ് ദ സൺ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി കേട്ടിട്ട് വേണം നമ്മൾ തേർഡ് പാർട്ടിലോട്ട് വരാൻ. കാരണം ഇത് കുറച്ച് ടഫായിട്ട് ചിലവർക്കെങ്കിലും തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടാൽ മാത്രമേ നമുക്കൊരു ഡൗട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എക്ലിപ്സസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഡേയും നൈറ്റ് സൈക്കിളും സീസൺസും എർത്തിലുള്ള ലൈഫും ഇതെല്ലാം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സണ്ണിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, അതിനെ മറ്റ് പ്ലാനറ്റുകൾക്ക്, അതായത് എർത്തിന്റെ സണ്ണിന് ചുറ്റുമുള്ള മറ്റ് പ്ലാനറ്റുകൾ വിചാരിച്ചാൽ ആ എർത്തിലോട്ട് വരുന്ന സൺലൈറ്റിനെ തടയാൻ പറ്റുമോ, ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് നോക്കാം. മെർക്കുറി, വീനസ് പോലെയുള്ള പ്ലാനറ്റ് ഉണ്ടല്ലോ, വെരി സ്മോൾ ആണ് കമ്പയർഡ് ടു ദ സൺ. ഓക്കെ, അതുകൊണ്ട് അവർക്ക് നെവർ ബ്ലോക്ക് ദ എൻറ്റയർ ലൈറ്റ് ഫ്രം ദ സൺ റീച്ചിങ് അസ്. ക്ലിയർ ആയോ? പക്ഷെ ഒരാൾക്ക് പറ്റും. അതാരാണെന്ന് അറിയാമോ? അതാണ് നമ്മുടെ മൂണ്. മൂൺ എന്താണ്? നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. മൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. എന്താണ് മൂൺ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അതെന്താണ്? നമ്മുടെ എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് പോലെ എർത്തിനെ റിവോൾവ് ചെയ്യുന്ന ആളാണ് മൂൺ എന്ന് പറയുന്നത്. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ആസ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഓക്കെ. അപ്പൊ ഈ മൂണിന് ഇത് സാധിക്കും. എന്താണ് എക്ലിപ്സസ് എന്ന് പറഞ്ഞാലോ? എന്താണ് എക്ലിപ്സസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു സെലസ്റ്റിയൽ ബോഡി, അതായത് ഒരു ആകാശ വസ്തുവിൽ നിന്നുള്ള പ്രകാശം, ലൈറ്റിനെ മറ്റൊരു സെലസ്റ്റിയൽ ബോഡിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്ലിപ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സണ്ണിൻ്റെ ലൈറ്റിനെ മൂണ് ബ്ലോക്ക് ചെയ്യില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്ലിപ്സസ് എന്ന് പറയുന്നത്. നമുക്കിതാ 2 എക്ലിപ്സസ് പഠിക്കാനുണ്ട്. ഒന്നാണ് സോളാർ എക്ലിപ്സ്. അപ്പോൾ എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ എന്താണ് സോളാർ എക്ലിപ്സസ് എന്ന് പറയുന്നത്? ചില സമയത്ത് അറ്റ് സർട്ടൺ ടൈംസ് ദ മൂൺ ക്യാൻ കം ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ എർത്ത്. സണ്ണിൻ്റെയും എർത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ആര് വരുന്നു? നമ്മുടെ മൂൺ വരുന്നു. എന്നിട്ട് മൂൺ എന്ത് ചെയ്യും? സണ്ണിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. എർത്തിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സസ് എന്ന് പറയുന്നത്. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഒരു ആകാശത്തിലുള്ള ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ പ്രകാശത്തിനെ, ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂണ് സണ്ണിൻ്റെ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു, എർത്തിലേക്ക് വരുന്നതിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ മൂൺ എവിടെയാണ് കാണപ്പെടുന്നത്? മൂൺ കാണപ്പെടുന്നതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് പറയേണ്ടത്. മൂൺ ക്യാൻ കം ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്ക് മൂൺ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഹൗ ദ മൂൺ വിച്ച് ഇസ് സ്മോളർ ദാൻ ദ സൺ, അല്ലേ? സണ്ണിനേക്കാൾ ചെറുതാണ്, പിന്നെ എങ്ങനെയാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത്? സണ്ണിൻ്റെ ലൈറ്റിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യും? നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ? നമുക്കൊരു ആക്ടിവിറ്റി വഴി അത് നമുക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഫ്രണ്ടിനോട് ഈ പിക്ചർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. ഫ്രണ്ടിനോട് കുറച്ച് ദൂരെ നിൽക്കുക, ഒരു 5 മീറ്റർ അകലെ നിൽക്കാൻ പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കുട്ടി കാണിക്കുന്നത് പോലെ തം ഫിംഗർ നേരെ അതിൻ്റെ ആ കുട്ടിയുടെ ഹെഡിൻ്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കണ്ണ് അടച്ച് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഹെഡ് കാണാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോ, ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ തമ്പ് ഇതുപോലെ നേരെ അത് പിടിച്ചിട്ട് കണ്ണടച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കും. അതായത് ആ കുട്ടിയുടെ ഹെഡ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവറായിട്ടാണ് തോന്നുന്നത്. യു ക്യാൻ കവർ ദ എൻറ്റയർ ഹെഡ് ഓഫ് യുവർ ഫ്രണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ തം, ഈവൻ ദോ യുവർ തമ്പ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ ആക്ച്വൽ സൈസ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഹെഡ്. കറക്റ്റ് അല്ലേ? ഒരാളുടെ തലയുടെ അത്രയും വലുതാണ് നമ്മുടെ തമ്പ്, അല്ലല്ലോ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ മറഞ്ഞു കാണാൻ സാധിക്കുന്നത്? ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കണ്ണിന്റെ അപ്പാരന്റ് സൈസ് ആണ്. എന്താണ് അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിന് ഒരു വസ്തു എത്ര വലിപ്പമായിട്ട് തോന്നുന്നുണ്ടോ ആ വലിപ്പത്തിനെയാണ് നമ്മൾ അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന്
അതായത് ദ സൈസ് ഓഫ് എനി ഒബ്ജക്റ്റ് ആസ് സീൻ ബൈ യുവർ ഐ. നമ്മുടെ കണ്ണിന് ഒരു വസ്തു എത്ര സൈസിലാണോ കാണപ്പെടുന്നത് ആ സൈസിനെയാണ് നമ്മൾ അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഈ അപ്പാരന്റ് സൈസ്? രണ്ട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫിസിക്കൽ സൈസ്. ഓക്കെ, പിന്നെ അത് നമ്മളിൽ നിന്ന്, അതായത് ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ്, അത് എത്ര ദൂരെയാണ്, കണ്ണിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിനെയൊക്കെയാണ് അപ്പാരന്റ് സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ തമ്പ് ഫിംഗറും അതിന്റെ ഡിസ്റ്റൻസ്, കണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈ ഹെഡ് കണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസും അനുസരിച്ചിട്ടാണ് നമുക്കതിനെ അതിന്റെ സൈസ്, അല്ലെ, അതിന്റെ ആ ഒരു അപ്പാരന്റ് സൈസ് മനസ്സിലാക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ദ തമ്പ് being much closer to you as compared to your friend, the apparent size of your thumb and your friend head എന്ന് പറയുന്നത് എന്താണ്? സിമിലർ ആയിട്ട് തോന്നും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പാരന്റ് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന് ഒരു ഒബ്ജക്റ്റിനെ എത്ര വലിപ്പത്തിലാണോ കാണുന്നത് അതിനെയാണ് അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചുമ്മാ തമ്പ് നോക്കുന്നതും ഇതുപോലെ നോക്കുമ്പോഴും രണ്ട് ടൈപ്പിലല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അതെന്തിനെയാണ്? ഒന്ന് അതിന്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിന്റെ ആക്ച്വൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ കുട്ടി എന്ന് പറയുന്നത് കുറച്ച് ദൂരെ നിൽക്കുന്നു, തമ്പാണെങ്കിൽ ഈ നമ്മുടെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ നമുക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? ഈ കുട്ടിയുടെ ഹെഡും നമ്മുടെ തമ്പും ഒരേ സിമിലർ സൈസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് എന്തായിട്ടും തോന്നുന്നത്? മറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മൂണിന്റെ കാര്യത്തിലും സണ്ണിന്റെ കാര്യത്തിലും ഉള്ളത്. അതായത് നിങ്ങളിപ്പോ ശ്രദ്ധിക്കുക, നിങ്ങളാണ് ഈ കുട്ടി എന്താണ്? ഈ കുട്ടിയാണ് എർത്ത് എന്ന് വിചാരിക്കാം. ക്ലിയർ ആയോ? ഈ കുട്ടി എന്താണ്? എർത്താണ്. അപ്പൊ ഈ തമ്പ് എന്ന് പറയുന്നത് എന്താണ്? തമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂണാണെന്ന് വിചാരിക്കാം. തമ്പ് എന്താണ്? മൂണാണ്. ഈ കുട്ടി എർത്താണ്. അപ്പൊ ഈ ഹെഡ് ആരായിരിക്കും? ഈ കുട്ടിയുടെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണെന്ന് വിചാരിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ, അതായത് എർത്തിന്റെ തൊട്ട് അടുത്താണ് മൂൺ നിൽക്കുന്നത്, അതിന് ഒത്തിരി ദൂരെയാണ് സണ്ണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്? ഈ മൂണിന് ഈ സണ്ണിന്റെ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? ഇപ്പൊ നമുക്ക് ഈ തമ്പ് ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ഹെഡ് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുപോലെ the apparent size of the moon and the sun in the sky are similar when viewed from the earth. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂണിന്റെയും സണ്ണിന്റെയും അപ്പാരന്റ് സൈസ് എന്താണ്? സിമിലർ ആണ്. This is so because the moon is much smaller in physical size than sun. The moon is much closer to us compared to the sun. Therefore, the moon can appear to cover the entire sun as viewed from the earth. ഈ പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി. ക്ലിയർ? അപ്പൊ എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ? എർത്തിന്റെയും സണ്ണിന്റെയും ഇടയിലായിട്ട് നമ്മുടെ മൂണ് വരുമ്പോൾ സണ്ണിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിനെ മൂൺ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളാർ എക്ലിപ്സ് എന്ന്. ഇനി എന്തുകൊണ്ടാണ് ചെറിയൊരു മൂണിന് അങ്ങനെ നമ്മുടെ ഒരു വലിയ സണ്ണിന്റെ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്? അവന്റെ അപ്പാരന്റ് സൈസ് വെച്ചിട്ടാണ്. അതെന്താണ്? നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ അപ്പാരന്റ് സൈസ് ഓഫ് ദ മൂൺ ആൻഡ് സൺ ഇൻ ദ സ്കൈ ആർ similar when viewed from the earth. This is so because the moon is much smaller in the physical size than the sun. The moon is much closer to us compared to the sun. Therefore, the moon can appear to cover the entire sun as viewed from the earth. ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. എന്താണ്? മെർക്കുറിയും വീനസും ഒക്കെ മൂണിനേക്കാൾ ലാർജർ ആണ് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സണ്ണിന്റെ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്നാൽ ഇപ്പൊ തോന്നണം കേട്ടോ. തോന്നിയില്ലെങ്കിൽ ഒന്ന് തോന്നിക്കോളൂ. എന്താണ് കാരണം? കാരണം നമ്മുടെ അപ്പാരന്റ് സൈസ് തന്നെ. നമുക്കറിയാം, നമ്മുടെ മൂണെന്ന് പറയുന്നത് എർത്തിന് അടുത്തായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചത് അല്ലെ, ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ നമ്മുടെ എർത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ആര്? മെർക്കുറിയും വീനസും. അപ്പൊ അവരുടെ അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? വെരി മച്ച് സ്മോളർ ദാൻ ദ സൺ ആൻഡ് ദേ കനോട്ട് ബ്ലോക്ക് ദ സൺ. അപ്പൊ എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? അവരുടെ അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സണ്ണിന്റെ ലൈറ്റിനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഒരു റെയർ ആയിട്ടുള്ള ഒരു ഈവന്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ വീനസ് സണ്ണിന്റെയും എർത്തിന്റെയും ഇടയിൽ വരുമ്പോൾ
ജസ്റ്റ് അതിനെന്താണ് ഇത്രയും അപ്പാരന്റ് സൈസ് വളരെ സ്മോൾ ആയതുകൊണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഒരു ടൈനി ബ്ലാക്ക് ഡോട്ട് പോലെ നമ്മുടെ സണ്ണിൽ കാണപ്പെടുന്നു. ഇവിടെ കിട്ടിയോ? ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ടൈനി ബ്ലാക്ക് ഡോട്ട് പാസിംഗ് അഗെയിൻസ്റ്റ് ദ ബ്രൈറ്റ് ഫേസ് ഓഫ് ദ സൺ. ഈ ഇവന്റിന് പറയുന്ന ഒരു പേരുണ്ട്. ഇതാണ് ട്രാൻസിറ്റ് ഓഫ് വീനസ് എന്ന് പറയുന്നത്. ഇതൊരു റെയർ ആയിട്ടുള്ള ഇവന്റ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ എന്താണ് എർത്തിന്റെയും സണ്ണിന്റെയും ഇടയ്ക്ക് നമ്മുടെ മൂൺ വരുമ്പോഴാണ് ഇവിടെ എന്ത് സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഷോസ് ഈ ഫിഗർ എന്താണ്? ഇറ്റ് ഷോസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സൺ ആൻഡ് ദ മൂൺ ആൻഡ് എർത്ത് ഡ്യൂറിംഗ് ദ സോളാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സ് സമയത്ത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. The shadow of the moon falls on the small area of the surface of the earth as seen in figure. This area is total darkness and no part of the sun can be seen from there. The observers in the area witness total solar eclipse. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിവിടെ നമുക്കറിയാം ഇത് സോളാർ എക്ലിപ്സ് ആണെന്ന് അറിയാം അല്ലെ? ഇവിടെ നടുക്കായിട്ട് അതായത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ എന്താണ് മൂണ് ഈ സണ്ണിന്റെ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതിനെയാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം മൂൺ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് മൂണിന്റെ മൂൺസിന്റെ ഓർബിറ്റ്. ഓക്കെ, എർത്ത് നിങ്ങൾക്കറിയാം എന്തിനു ചുറ്റുമാണ്? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എർത്തിൻ്റെതാണ് ഈ കാണുന്ന എർത്തിന്റെ ഓർബിറ്റ്. ഇത് മൂണിന്റെ ഓർബിറ്റ്, ഇത് എർത്തിന്റെ ഓർബിറ്റ്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് 3 കാര്യമാണ്. 1 ടോട്ടൽ സോളാർ എക്ലിപ്സ്, 2 പാർഷ്യൽ സോളാർ എക്ലിപ്സ്, 3 നമുക്ക് പഠിക്കേണ്ടത് ഒരു ഡയമണ്ട് റിംഗ് ആണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. എന്താണ്? നമ്മുടെ മൂണിൽ നടുക്ക് വരുമ്പോൾ ഇവരെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ്. മൂണിൽ നടുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ്? മൂണിന്റെ ഒരു ഷാഡോ നമ്മുടെ എർത്തിലോട്ട് വരും. അപ്പോൾ ഈ കറക്റ്റ് സെന്ററിൽ വരുന്ന ഈ ഭാഗം കണ്ടോ? ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു എർത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്മോളർ ഏരിയയിൽ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? ആ എർത്തിന്റെ മൂണിന്റെ കംപ്ലീറ്റ് ഷാഡോ വന്ന് വീഴുന്നു. കംപ്ലീറ്റ് ഷാഡോ വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ലൈറ്റ് ഒട്ടും തന്നെ സൺലൈറ്റ് ഒട്ടും തന്നെ വരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാണ്. പകലാണെങ്കിലും അവിടെ എന്താണ്? ആ ഭാഗം വരുമ്പോൾ നമുക്ക് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാണ്. അങ്ങനെയുള്ള എക്ലിപ്സ് എന്താണ്? ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നു. ക്ലിയർ? ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്താണ്? നമ്മുടെ മൂണിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിഴല് വന്ന് ഇവിടെ ആ ഒരു ഭാഗത്ത് ഇരുട്ടുണ്ടാക്കുന്നു. സൺലൈറ്റ് കാണുകയില്ല. അപ്പൊ എന്താണ്? അതിന് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നു. ഇനി ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കുവാണോ? അല്ല, കാരണം ഇവരെല്ലാം മൂവ് ചെയ്യുകയാണ് അല്ലെ? മൂൺ മൂവ് ചെയ്യുന്നു, എർത്ത് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ എന്താണ്? പാർഷ്യൽ നമ്മുടെ ആ ഒരു മൂൺ പയ്യെ മാറുമ്പോൾ കുറച്ചായിട്ട് നിഴൽ പോലെ വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? അതിനെയാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഭാഗത്തൊക്കെ എന്താണ്? പാർഷ്യൽ ആയിട്ടുള്ള സോളാർ എക്ലിപ്സ് ആണ്. ഇതിന്റെ കറക്റ്റ് ലൈറ്റ് ആ ഒരു നിഴൽ ആ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് ഡാർക്ക് ആയിട്ട് വരുന്നു. പകലാണെങ്കിൽ നമുക്ക് ഇരുട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ എന്താണ്? അതിന് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന്. പിന്നെ ബാക്കി പാർഷ്യലായിട്ട് അതിന്റെ നിഴൽ വരുന്ന ആ ഭാഗത്തിനെ നമ്മൾ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഡയമണ്ട് റിംഗ് എന്ന് പറയുന്നത്? നിങ്ങൾ ഇത് കണ്ട ഒരു ഭംഗിയില്ലേ? ഒരു ഡയമണ്ട് പോലെ. അതെന്താണ്? ഈ നമ്മുടെ ചന്ദ്രൻ, അതായത് നമ്മുടെ ഈ മൂണ് ഈ സണ്ണിനെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമല്ലേ ഇത് ഈ സമയത്ത്. അപ്പൊ അതിന് മൂവ് ചെയ്യണ്ടേ? അപ്പൊ ചെറുതായിട്ട് മൂവ് ചെയ്തപ്പോൾ നമ്മുടെ സണ്ണിന്റെ നല്ല ലൈറ്റ് ആ ഭാഗത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. ഇങ്ങനെ മൂവ് ചെയ്ത് അപ്പൊ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഒരു ഡയമണ്ട് റിംഗ് പോലെ നമുക്ക് കാണപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമണ്ട് റിംഗ്. seen after a total solar eclipse just when the moon start to move away. അതായത് ഈ ടോട്ടൽ സോളാർ എക്ലിപ്സിൽ നിന്ന് ജസ്റ്റ് അത് മൂവ് ചെയ്യുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമണ്ട് റിംഗ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ? ഇനി നമുക്ക് നോക്കാം. In areas where moon partially block out only some region of the sun, the observers see the partial solar eclipses. ഇനി ടോട്ടൽ സോളാർ എക്ലിപ്സസ് എന്ന് പറയുന്നത് എന്താണ്? This area is in total darkness and no part of the sun can be seen from there. അവിടെ നമുക്ക് ടോട്ടൽ ഡാർക്ക്നെസ് ആയിരിക്കും. അതെന്താണ്? അവിടെ സണ്ണിന്റെ ഒരു ലൈറ്റും കാണുന്നില്ല. അപ്പൊ നമ്മൾ ആ ഏരിയ പറയുന്നതാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ്. ക്ലിയർ ആയോ? എപ്പോഴാണ്? ദ ഷാഡോ ഓഫ് മൂൺ ഫോൾസ് ഓൺ ദ സ്മോൾ ഏരിയ ഓൺ ദ സർഫസ് ഓഫ് ദെയർ ആസ് ഇൻ ഫിഗർ ഈ കാണിക്കുന്നത് പോലെ. ഇനി അടുത്ത് എന്താണ്?
During the total solar eclipse, for few minutes, it turns dark during the day. എന്താണ് ഡ്യൂറിംഗ് ദ ഡേ ആണെങ്കിലും നോ സൺലൈറ്റ് റീച്ചിങ് ഓൺ ദ എർത്ത്. ഡ്യൂ ടു ദ എർത്ത് റൊട്ടേഷൻ, എർത്തിന്റെ റൊട്ടേഷനും അതുപോലെ തന്നെ മൂണിന്റെ മോഷനും അതിന്റെ ഓർബിറ്റിലുള്ള മൂണിന്റെ മോഷനും കാരണം ദ മൂൺസ് ഷാഡോ എന്ന് പറയുന്നത് മൂവ് ചെയ്യും അല്ലെ, മൂവ് അക്രോസ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ദസ് ദ ടോട്ടൽ സോളാർ എക്ലിപ്സസ് ഇസ് വിസിബിൾ ഓൺലി ഫ്യൂ മിനിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സിനെ കുറച്ച് നേരത്തേക്ക് കാണാൻ സാധിക്കുള്ളൂ, കാരണം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആസ് ദ മൂൺ ബിഗിൻസ് ടു മൂവ്, ആ മൂവ് ചെയ്യാൻ ബിഗിൻ ചെയ്യുമ്പോൾ എന്താണ്, ബിഗിൻസ് ടു മൂവ് അവേ ഫ്രം ദ സൺ, വി സീ എ പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആൻഡ് ഡേ ലൈറ്റ് ബിഗിൻസ് ടു റിട്ടേൺ. അപ്പോൾ നമുക്ക് എന്തായി, ആ പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആയിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് ഡേ ലൈറ്റ് കാണാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്താണ് ഇരുട്ട് വരും, പിന്നെ പെട്ടെന്ന് തന്നെ അത് പയ്യെ പയ്യെ എന്താകും, നമ്മുടെ സൺലൈറ്റ് വരാൻ തുടങ്ങും. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ആ ഭാഗം, അതിനെയാണ് നമ്മൾ ഡയമണ്ട് റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കോഷൻ എന്താ പറയുന്നതെന്ന് അറിയാവോ? ഈ സോളാർ എക്ലിപ്സിന്റെ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സണ്ണിനെ നോക്കാൻ പറ്റില്ല, നമ്മൾ ചെയ്യരുത്. കാരണം നമ്മുടെ കണ്ണിന് തന്നെ അത് ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്കിത് കാണാനാകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആസ്ട്രോണമി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പ്ലാനറ്ററി ഒക്കെ ഇല്ലേ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവരപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ പോകുന്നവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഇതൊക്കെ തരും. സച്ച് ഈവൻസ് ഇൻ ബെസ്റ്റ് വേ ടു ഒബ്സർവ് സോളാർ എക്ലിപ്സ് സിൻസ് ദ ഓർഗനൈസേഷൻ not only provide the specialized eye protection for solar viewing but also a scientific explanation നമുക്ക് തരും. അവർ നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ തരുന്ന ഇതും തരികയും ചെയ്യും, അതുപോലെ തന്നെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പം നമുക്കിത് കാണാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് പോയി സൂര്യനിൽ നോക്കല്ലേ, നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഇതുപോലെയുള്ള പ്ലാനറ്ററി ഒക്കെ പോലെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും ഇങ്ങനെ ഒരുപാട് പടങ്ങളും ഗ്രാഫുകളും കാണുമ്പോൾ നിങ്ങൾ പേടിച്ചൊന്നും പോകണ്ട. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഈ പണ്ട് കാലം തൊട്ടേ നമ്മൾ ഈ എക്ലിപ്സ് ഒക്കെ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് അന്ന് എന്താണ് ഇതിനെപ്പറ്റി അറിയില്ല. പെട്ടെന്ന് ഒരിക്കൽ എന്താണ് സണ്ണ് ബ്ലോക്ക് ആകുന്നു, ലൈറ്റ് കാണുന്നില്ല, നമ്മുടെ ഹീറ്റ് നമുക്കറിയാം, നമ്മുടെ സോഴ്സ് ഓഫ് ഹീറ്റ് ലൈറ്റ് എല്ലാം എന്താണ്, സണ്ണാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് അതിനെ കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ അതിനെ കാണാതെ വരുമ്പോൾ ആളുകൾ എന്താണ് വളരെയധികം ഭയത്തോടെയാണ് എക്ലിപ്സിനെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റി എന്താണ് കുറെ സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്, അതായത് കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങരുത്, കഴിക്കരുത്, കുക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ എന്താണ് അവര് ഇങ്ങനെ പോകും, എവിടൊക്കെയാണ് എക്ലിപ്സ് വരുന്ന ഭാഗത്തൊക്കെ പോയി ഒബ്സർവ് വരെ ചെയ്തു തുടങ്ങി. ഓക്കെ, നമ്മളാകെ ഭയക്കുന്ന എന്താണ്, സോളാർ എക്ലിപ്സ് സമയത്ത് നമ്മൾ സണ്ണിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണരുത്, കാരണം നമ്മുടെ കണ്ണിന് അത് പ്രോബ്ലം ആണ്, ബ്ലൈൻഡ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാഞ്ഞത് അല്ലെ. പണ്ട് പക്ഷെ എന്താണ്, ഇത് വളരെ ഒരു ഭയത്തോടെയാണ്, ഒരു അന്ധവിശ്വാസങ്ങളും അതിന്റെ കൂടെ തന്നെ പ്രചരിച്ചിരുന്നു. ഓക്കെ, ഇനി ഫാസിനേറ്റിംഗ് ഫാക്ടിൽ എന്താണ് പറയുന്നത്, നമ്മള് സംസ്കൃതത്തില് ഇതിന് നമ്മൾ എക്ലിപ്സിന് പറയുന്നത് ഗ്രഹൺ എന്നാണ്. അപ്പൊ മെനി ഇന്ത്യൻ ലാംഗ്വേജിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്താണ് പറയുന്നത്, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നല്ലേ നമ്മളും പറയുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ആൻഷ്യൻ ഇന്ത്യൻ അസ്ട്രോണമിക്കൽ ടെക്സ്റ്റിലൊക്കെ ഇതിന്റെ ആ കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റ് ആണ് സൂര്യ സിദ്ധാന്ത എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോയട്രി ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോവാണ്. എന്താണ് ലൂണാർ എക്ലിപ്സ്? അപ്പൊ നമ്മൾ സോളാർ എക്ലിപ്സ് പഠിച്ചു, അതുപോലെ തന്നെ മറ്റൊരു രീതിയിലാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അതായത് സോളാർ എക്ലിപ്സ് പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, സണ്ണിന്റെ ലൈറ്റ് എർത്തിലോട്ട് വരുന്നത് നമ്മുടെ ആര് തടയും, മൂണ് തടയും എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ മൂണിലേക്ക് വരുന്ന സണ്ണിന്റെ ലൈറ്റിനെ എർത്ത് ബ്ലോക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? മൂണിലേക്കും സണ്ണിന്റെ ലൈറ്റ് വരുമല്ലോ, അങ്ങനല്ലേ നമുക്ക് രാത്രി പ്രകാശം ലഭിക്കുന്നത്. അത് ആര് തടയും, നമ്മുടെ എർത്ത് തടയും. എങ്ങനെ തടയും, നമുക്കറിയാം എന്താണ്, ഇതാ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് എർത്തിന്റെ ഓർബിറ്റ്. ഇതെന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ മൂണ് എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എർത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ആര് നടുക്ക് വരും, ഒരു സമയത്ത് നമ്മുടെ എർത്ത് സെന്ററിൽ വരും. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ എർത്ത് സെന്ററിൽ വരും.
എർത്ത് സെന്ററിൽ വന്നാൽ എന്താണ്, എർത്ത് ആരുടെ സൺലൈറ്റിനെ തടയും, നമ്മുടെ എർത്ത് എങ്ങോട്ടുള്ള സൺലൈറ്റിനെ തടയും, നമ്മുടെ മൂണിന്റെ സൺലൈറ്റിലെ തടയും കേട്ടോ. കാരണം മൂണ് ബാക്കിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ എർത്തിന്റെ ആ ഒരു നിഴല്, ആ ഒരു ഷാഡോ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ആ മൂണിലേക്ക് വീഴും. അപ്പൊ അവിടെ ലൈറ്റ് കാണുമോ? ഇല്ല. പകരം നമുക്ക് കാണുന്നത് റെഡ് കളർ ആയിട്ടാണ് നമുക്ക് ആരെ കാണുന്നത്, മൂണിനെ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം വരും കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പാർഷ്യൽ ലൂണാർ എക്ലിപ്സും ഉണ്ട്, പാർഷ്യൽ ലൂണാർ എക്ലിപ്സും ഉണ്ട്. എങ്ങനെ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് വരും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കറക്റ്റ് ഒരേ സ്ട്രൈറ്റ് ലൈനിൽ വരുമ്പോഴാണ് ഇവിടെ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് വരുന്നത്. കാരണം മുഴുവൻ എർത്തിന്റെ ആ ഒരു നിഴലും ഈ മൂണിനെ അങ്ങ് കവർ ചെയ്യും. ഇനി അവിടുന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കറങ്ങുമ്പോഴത്തേക്കും ഹാഫ് ഭാഗം എന്താണ്, ഹാഫ് ആയിട്ടുള്ള ഭാഗം നമുക്ക് എന്താണ്, നിഴലുണ്ട്. ബാക്കി നമുക്ക് നന്നായിട്ട് മൂണിനെ കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് സോളാർ എക്ലിപ്സ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എങ്കിൽ ഇത് അങ്ങനെയൊന്നും കുഴപ്പമില്ല, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ആസ് മൂൺ റിവോൾവ്സ് അറൌണ്ട് ദെയർ സംടൈംസ് ദ എർത്ത് ക്യാൻ ബ്ലോക്ക് ദ sunlight from reaching the moon. This is known as lunar eclipse. On such days we see the earth shadow falling on the full disk of moon. മനസ്സിലായി? ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ്. ഇനി എന്താണ്, when moon is completely in the earth shadow, കംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നു. ദ ബ്രൈറ്റ് ഡിസ്ക് ഓഫ് ദ മൂൺ സ്റ്റാർട്സ് ടു അപ്പിയേഴ്സ് ഡാർക്ക് റെഡ് ഇൻ കളറിലാണ് നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേ അണ്ടിൽ ദ മൂൺ മൂവ്സ് ഔട്ട് ഓഫ് ദ ഷാഡോ, ആ ഷാഡോയിൽ നിന്ന് എർത്ത് മാറുമ്പോൾ എന്താണ്, when the part of the moon is in the earth shadow and the rest of the moon is visible, it is called a partial lunar eclipse. Okay. അപ്പോൾ സണ്ണിന്റെ കാര്യം പറഞ്ഞതുപോലല്ല, നമുക്ക് ഇതിനെ എന്താണ്, നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നന്നായിട്ട് മനസ്സിലായോ എന്താണ് സോളാർ എക്ലിപ്സ്, എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന്? അതിന്റെ പൊസിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ സമ്മറി പഠിക്കാം. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്താണ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുമെന്ന്, അതിന്റെ സ്വന്തമായ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പഠിച്ചു. ഒരു റൊട്ടേഷൻ എടുക്കുന്ന ടൈം എന്താണ്, 24 hours ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ എർത്ത് റൊട്ടേഷൻ എവിടെ നിന്നാണ്, വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സണ്ണിന്റെയും മൂണിന്റെയും ഒക്കെ സ്റ്റാർസിന്റെ ഒക്കെ മോഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്, സണ്ണ് മൂണ് സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ്, ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, ഒരു കറക്റ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈം എത്രയാണ്, ഒരു വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്നത് 1 year ആണ് അല്ലെ. ഓക്കെ. ഇനി എന്താണ്, ദ എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് നോട്ട് അപ്രൈറ്റ്. നമ്മൾ പറഞ്ഞു കുറച്ച് ടിൽറ്റ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്, ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി സീസൺസ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ടിൽറ്റ് ഓഫ് ദ എർത്തിന്റെ ആ ഒരു ചരിഞ്ഞ ആ ഒരു റൊട്ടേഷനും അത് മാത്രമല്ല അതിന്റെ സ്പെറിക്കൽ ഷേപ്പും കൊണ്ടാണ് സീസൺ ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് പഠിച്ചു. വെൻ ദ മൂൺ ഈസ് ഇൻ ദ പാത്ത് ഓഫ് ദ സൺ ആൻഡ് സീൻ ഫ്രം ദ എർത്ത് ആൻഡ് സൺലൈറ്റ് ബ്ലോക്ക്ഡ് ഫ്രം റീച്ചിങ് ദ എർത്ത്. ഇനി ലൂണാർ എക്ലിപ്സ് എന്താണ് നമ്മൾ പഠിച്ചത്? ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് വെൻ ദ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ. സണ്ണിന്റെ മൂണിന്റെ നടുക്ക് എർത്ത് വരുമ്പോൾ ലൂണാർ എക്ലിപ്സ് ഉണ്ടാകുന്നു. അതേസമയം എർത്തിന്റെയും സണ്ണിന്റെയും നടുക്ക് മൂൺ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത്? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നും. നന്നായിട്ട് ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. താങ്ക് യു.